എൻ്റെ ലൈഫിൽ ആദ്യമാണ് പ്ലാറ്റ്ഫോമിൽ വണ്ടി കയറ്റുള്ളത്. അതും പലാറസില്. ചിന്തിക്കാൻ പറ്റുമോ? പോലീസുകാർ പിടിക്കണം പോയി. ഇവിടുത്തെ ലോക്കലിൽ ചക്ക होगा 15-20 तक होगा. मिलियन है यार. ശിവന്റെ പ്രസാദം എന്ന് പറയില്ലേ? ഇതുകൂടി ഇവര് വരും. മിസൈൽ വരാൻ വേണ്ടിയുള്ള പിന്നെ റേസ് ചെയ്ത് കളിക്കവര്. കൊടന്ന് കുത്ത വണ്ടി നോക്കണമെന്നില്ലേ? കൊല്ല മോനെ പറങ്ങാണ്ടി പിടിച്ച മാപ്പ് ആൾക്കാരനെ വഴി തെറ്റിക്കേ. सीधे हाँ ले ले छोड़ दीजिए हम जाएंगे. हाँ जाएंगे. हाँ वे ऑफ हैरी 3 वे ऑफ हैरी 3 अभी शुरू किया है. होगा 15-20 तक होगा. मिलियन है यार. ओनली हाँ स्टार्टिंग है. मेरा नाम हरीश. और तो शॉर्ट कट गया जरा नहीं डर रहा. ആദ്യം നല്ല ഇടിച്ചേറ്റി പോവാണ്. വേണ്ട റോഡിൽ നോക്കുക. ചക്കനടി ചെയ്താൽ കറക്റ്റായിട്ട് വീണ്ടവിടെ പോയിട്ടില്ല. ഒക്കെ ഇത് ഫ്രണ്ടിൽ പോകണം. മറ്റേ ഡപ്പിയും പിടിച്ചിട്ടുള്ളൊരു അവിടേക്ക് തന്നെ തോന്നുന്നുണ്ട്. അമ്പലത്തിനെ തോന്നുന്നുണ്ട്. എന്താ പ്രശ്നം അറിയാം? 7 മണിയായി. ഗംഗാപൂർ ഇനിയിപ്പം എപ്പോഴാന്ന് അറിയില്ലേ? മാപ്പിൽ പല തിരിച്ചിട്ട് കാണിക്കുന്നത്. അമ്പലത്തിൻ്റെ ഏത് ഭാഗത്തുള്ള വഴിയാന്ന് മനസ്സിലാവുന്നില്ലേ? സ്മെല്ലാണെങ്കിൽ വേറെ മാറിയിട്ട് കഴിയോടെ. ബേസ്പിൻ്റെ വയറ്റെന്നുള്ള വിളി വേറെ. മറ്റം മല അടിച്ചേട്ടാ അവിടെ പോയി പെട്ടാണാവോ? അതിനെ കാണാല്ലേ? കണ്ട ഈ ഭാഗത്തുള്ള വീടുകൾ കണ്ട? ഇതൊക്കെ വീടാ. ചേട്ടൻ കിടന്നു തള്ളുവണ്ടിയുടെ കൊണ്ട് കിടന്നു നടക്കണം. ഫുള്ള് ഓ വേസ്റ്റ് വെള്ളാണത് അടിച്ച് കയറ്റിയത്. റോട്ടിൽ ഇത്രയും വേസ്റ്റ് വെള്ളം എവിടുന്ന് വന്നത്? അപ്പോൾ അതൊന്ന് മഴ പെയ്തതിൻ്റെ ഒരു ലക്ഷണം കാണാല്ലേ? പൈപ്പ് പൊട്ടിയതാവും. ഇനി പൈപ്പ് പൊട്ടിയതാവാം. ചാതി കൂടി ഒഴിക്കട കൊണ്ടുപോകണം നമ്മളെ സീൻ. തന്നെ കൂടി ഒഴുകി കറക്റ്റ് 10 ചോട്ടിലൊന്ന് നിർത്തണമോ? അപ്പോഴാണ് പെടുക. തിരിച്ച് ഈ വഴിക്ക് തന്നെ വരണ്ടേ പിന്നെ? ഓ ഇവിടെ എവിടെ എത്തിയിട്ടാ? ഏരിയ മൊത്തം ബ്ലോക്കാ. വെറുതില്ല. റെയിൽവേ ട്രാക്കാണുള്ളത്. ട്രെയിനൊന്നും ഓടുന്നില്ല ഈ വഴിക്ക്.
ഇത് 2 റെയിൽവേ ട്രാക്കാ. ഏയ് റെയിൽവേ സ്റ്റേഷനാണുള്ളത്. ഇവിടുന്ന് 6 കിലോമീറ്റർ തന്നെയാണല്ലോ കാണിക്കുന്നത്. ഓ സീൻ മോനെ സ്റ്റേഷനതി വണ്ടി. എൻ്റെ ലൈഫിൽ ആദ്യമാണ് പ്ലാറ്റ്ഫോമിൽ വണ്ടി കയറ്റുള്ളത്. അതും പലാറസില്. ചിന്തിക്കാൻ പറ്റുമോ? പോലീസുകാർ പിടിക്കണം പോയി. ഇവിടുത്തെ ലോക്കലിൽ ചക്ക കൊണ്ടാണ് ബനാറസ് റെയിൽവേ സ്റ്റേഷൻ ഹമാര ഗാഡി ഏതാ മൂട്. ഇതിന് ഇവര് ജാതി പോക്ക പോണോട്ടോ. നോക്കി ഇതില് ഇവര് കറകളുള്ള വഴികള്. അച്ഛാ നോക്കടാ ബനാറസ് റെയിൽവേ സ്റ്റേഷൻ. ചിന്തിക്കാൻ പറ്റുമോ? പ്ലാറ്റ്ഫോമിൽ നമ്മളെ ബൈക്ക് ട്രെയിനും കൊണ്ട് ഇതിനെ ഓടിച്ചു നടക്കണെന്ന്. അതിന് വഴി ഉണ്ടായിരുന്നു. അവിടെ ട്രെയിൻ ബ്ലോക്ക് ചെയ്തിരിക്കുകയെന്ന്. മൂട്. ഇവിടെ ഇതൊരു വിഷയമല്ല. അങ്ങനെ ഇത്രയും പെട്രോൾ ചിലവായിട്ട് എന്നെ കൊണ്ടാക്കിയിരുന്നത് എന്തിനാണാവോ? സ്നേഹം കൊണ്ടാണോ? എൻ്റെ മോനെ ഒരു എന്തൊരു പോയി. അപ്പം അവനെ തപ്പി തെരഞ്ഞു പോണ്ട ഞാൻ. ആകാം അതിനപ്പുറത്തേക്ക് കിടക്കണ ഷോർട്ട് കട്ട് ഉണ്ട് തോന്നുന്നുണ്ട്. ആ നല്ലതാ കളിക്കിട്ട് പോണത്. കാറ്റിന് മരിക്കുന്ന ശരിക്കും നമ്മളെ ദിഗാന്ന റെയിൽവേ സ്റ്റേഷൻ ഇതിൻ്റെ അപ്പുറത്ത് അവിടുന്ന് ഇപ്പുറത്തേക്ക് കിടക്കണ ഷോർട്ട് കട്ടായിരുന്നു നമ്മൾ പ്ലാറ്റ്ഫോം കൂടെ നേരത്തെ വന്നത്. അത് ഇവിടെയുള്ള ഈ ലോക്കൽ ആൾക്കാർക്ക് മാത്രമേ അത് അറിയുള്ളൂ. കാരണം ആ വഴി വന്നപ്പോൾ അവിടെ വേറെ ട്രെയിൻ കൊണ്ടിട്ടിട്ട് ബ്ലോക്ക് ചെയ്തിട്ടിരിക്കുക. അത് കാരണം വരാൻ പറ്റില്ല. അത് ഇതിനാണ് നമ്മൾ ഇത്രക്ക് ഇറങ്ങി വന്നത്. നല്ലൊരു പോക്ക് പോയി. അണ്ടാ ഇതാണ് റെയിൽവേ സ്റ്റേഷൻ. ആണോ ബനാറസ് റെയിൽവേ സ്റ്റേഷൻ. വണ്ടി ചെയിനൊക്കെ ലൂബിയാറായി. ഇന്നലെ ചെയ്തില്ല ലൂബ്. എന്തിട്ട് ഒരു മുള്ളാക്കി വെച്ചിട്ട് മെറ്റല് വിരിച്ചിട്ടുള്ളതുകൊണ്ട് താറ വെച്ചിട്ട്. അത്യാവശ്യം ദൂരം ഉണ്ട് കേട്ടോ. ഇനി 25 മിനിറ്റ് കാണിക്കുന്നുണ്ട്. ഇതെവിടെയാൻ പോലെ ഇവിടെ മൊത്തം ഇപ്പം ഇങ്ങനത്തെ ഓട്ടോറിക്ഷ ഇലക്ട്രിക്. ഇതിലെല്ലാം ഒരു 5 പേര് 6 പേർക്ക് പോവാം. ഫ്രണ്ടിൽ 3 പേര്, അതിൻ്റെ ഇപ്പുറത്ത് 2 പേര്, അതിൻ്റെ ഇപ്പുറത്ത് 3 പേര്. അപ്പം എത്ര 8 പേർക്ക് പോവാം. 5 പേർക്കല്ല 8-9 പേര് 10 പേരെ കയ്യിൽ കയറി പോകുന്നുണ്ട്. ഫുള്ള് ഈ സാറാ നോർമൽ ഓട്ടോറിക്ഷയൊക്കെ ഇവിടെ ഉണ്ടെങ്കിലും ഭയങ്കര കുറവായി തുടങ്ങി. ഈ സാധനം ഇത് ഇലക്ട്രിക്കല്ലേ അതിൻ്റെ ഉള്ളിൽ വേണമെങ്കിൽ പോവാം. എടുത്തു മോനെ തിരുവാതിര കളിക്കാതറാ. सीधा ठीक है. हाँ इधर से कितना किलोमीटर होगा? यहाँ से भी आपको पड़ेगा लगभग 3 किलोमीटर. 3 किलोमीटर. तो आप यहाँ से सीधे जाओगे ना, वहाँ रूम वगैरह मिल जाएगा ना? क्या रूम? हाँ रूम मिल जाएगा.
मिल जाएगा। मतलब मैं एक स्टूडेंट स्टूडेंट हूँ मतलब बहुत बहुत बढ़िया है। ठीक है, आपका नाम क्या है? निरंजन यादव। निरंजन यादव। मेरा नाम हरीश है। ठीक है, मैं मैसेज कर दूंगा। ठीक है, കുളിക്കാൻ പറ്റുന്ന പറഞ്ഞത് വെറുതെ തോന്നുന്നുണ്ട്. എനിക്കൊന്നും മലയാളം മാസം ഇതാണ് കാശിയിലെ അമ്പലത്തിൻ്റെ ഒരു ഭാഗം. ഇതാണ് ഞാൻ പറഞ്ഞ അക്ഷയ് വഴി നീട്ടിയത്. കളഞ്ഞിട്ടിയതല്ല, അവിടെ പോയി വേണ്ട. എന്ത് തിരക്കാ ഈ നേരത്തെ ആൾക്കാർ. കുളിക്കണമെന്ന് എനിക്കറിയില്ലേ. മേ ബി ഞാൻ ഇവിടെ ഗംഗാപൂജ നടക്കാറുണ്ട് ഈ ഭാഗത്ത്. ഞാൻ ഗംഗാപൂജ ഉണ്ടാവുന്ന വെച്ചിട്ട് വന്നത്, പക്ഷേ ഇല്ലയെന്ന്. പ്രയാഗ്രാജിൽ ഓൾറെഡി പൂജ നടക്കണ കാരണം ഇവിടെ ഗംഗാപൂജ നിർത്തി വെച്ചിരിക്കുകയാണ്. പക്ഷേ ഇല്ല, ഈ നേരത്തെ നോക്കി ഇവിടെ ഇത്രയും ആൾക്കാരുണ്ട്. ഓക്കെ, ആദ്യം കുളിക്കാൻ പറ്റുമെന്ന് ഞാൻ നോക്കട്ടെ. ഓക്കെ, എന്നിട്ട് ബാക്കിയുള്ള പരിപാടി സെറ്റ് ചെയ്യാം. ഓക്കെ, അധികം നേരം നടക്കണം. റൂം കിട്ടിയിട്ടില്ല, റൂം എടുത്തിട്ട് ബാക്കി സെറ്റ് ചെയ്യാം. കണ്ടാ ഈ ടേബിൾ വെച്ചിട്ടില്ലേ? ടേബിൾ വെച്ച് എൻ്റെ അവിടെയാണ്. അവിടെ ഈ ടേബിൾ വെച്ചിട്ടില്ലേ? ഈ ടേബിൾ വെച്ച് എൻ്റെ അവിടെയാണ് ഗംഗാപൂജ നടക്കാറ്. പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുംഭമേള നടക്കണത് പ്രയാഗ്രാജിൽ ഗംഗാപൂജ നടക്കണ കാരണം ഇവിടെ താൽക്കാലികമായിട്ട് നിർത്തി വെച്ചിരിക്കുകയാണ്. അല്ല, ഇതിവിടെയാണ് നടക്കാറ്. ടേബിൾ വെച്ചിട്ടുള്ളതാണ് ഇതതിൻ്റെ. അപ്പം അത് കാരണം അത് നിർത്തി വെച്ചിരിക്കുകയാണ്. ഇനി 26-ാം തീയതി ശിവരാത്രി കഴിഞ്ഞതിന് ശേഷം 26-ാം തീയതി മേ ബി ഇവിടെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഇവിടെ അല്ലെങ്കിൽ അവിടെ ആയിരിക്കും, കാരണം നല്ല തിരക്കുണ്ടാവും. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യണമെന്ന് പറഞ്ഞത്. ഒരു അവിടെ പ്രശ്നവ് ആദ്യം അവിടെ പോയിട്ടൊന്ന് കുളിച്ചിട്ട് വന്നോളൂ. ശ്മശാനത്തിൽ പോയിട്ട് കുളിക്കാൻ പറ്റില്ലല്ലോ. അവിടെ കുളിക്കുന്ന സ്ഥലോ എവിടെ? ശ്മശാനത്തിന്റെ ആ ഏരിയയിൽ അല്ലല്ലോ. അപ്പോൾ ഇവിടെയാന്ന് പറഞ്ഞിട്ട് ഇതാണ് ഗംഗാ മഹാൽ ഘാട്ട് എന്ന് പറഞ്ഞുള്ള സ്ഥലം. ആണോ? കൂടെയൊക്കെയാണ് മറ്റേ ഗംഗാപൂജ നടക്കണത്. നടത്താൻ ചെന്നിട്ട് സെയിം കുറച്ച് സാധനം എനിക്ക് സെൻഡ് ചെയ്ത് തരുമോ? ആ, എപ്പോ? നീ നമ്പർ തന്നാ ഞാൻ നിനക്ക് അയച്ചുതരാം. എല്ലാം അവിടെ കുഴപ്പമില്ല, എനിക്ക് അടുത്ത് കിട്ടിയോ? അത് തരാം ഞാൻ. നോക്കി ഘാട്ട് സ്ഥലമാണ്. നമ്മൾ ലൈഫിൽ ഒരു വട്ടമെങ്കിലും കുടിക്ക് വരണം. ആ, ഇവിടുന്ന് 3 കിലോമീറ്റർ അങ്ങോട്ട് വരുന്നതെന്ന് തോന്നുന്നുണ്ട്. ഇവിടുന്ന് മറ്റേ അവിടേക്ക് ശ്മശാനത്തിൻ്റെ മറ്റേ കത്തിക്കണം എൻ്റെ അവിടേക്ക്. പിന്നെ ഇവിടുന്ന് കുളിക്കാനുള്ള സെറ്റപ്പ് കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ആദ്യം ഞങ്ങൾ കുളിച്ചിട്ട് ഇവിടെ നേരെ അങ്ങോട്ട് പോകും, അവിടെ ശ്മശാനത്തിലേക്ക്. മെയിനായിട്ട് അവിടേക്കാണ് പോകേണ്ടത്. അത് കഴിഞ്ഞിട്ട് പിന്നെ തിരിച്ചു വരുള്ളൂ. എനിക്കത് ഞാൻ സ്റ്റേ അടിക്കുന്നത് എന്തായാലും, കാരണം എന്ത് ഫീലാന്ന് നോക്കി. ഇപ്പം ആൾക്കാർ തീരില്ലട്ടോ പ്രയാഗ്രാജിൽ. തിരക്കുള്ള കാരണം തോന്നുന്നുണ്ട്. ഇവിടെ തീരെ ആൾക്കാർ കുറവാണ്, ഭയങ്കര കുറവാണ്. റൂം എടുക്കണം, കുറച്ചുകൂടെ എടുക്കാൻ വെച്ചിട്ട്. വണ്ടി അവിടെ ഉണ്ട്, മാത്രം നോക്കണ്ടോ. സംഭവം ഡിസ്ക് ലോക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും കക്കണം എന്നുള്ള പെട്ടി വണ്ടി ആദ്യം വിളിച്ചു വന്നിട്ട് എടുത്തോണ്ട് പോകും. അതാണ് പ്രശ്നം. മോൻ ഒക്കെ ഇവിടെ സംഭവം അറിയില്ല. നാളെ രാവിലെ അറിയില്ല. ഒരാളില്ലേ, ആൾക്കാർ ഭയങ്കര കുറവാണ്. ഇവിടെ വേണ്ട. ഇവിടുന്ന് ഇങ്ങനെ നോക്കിയേ, ഇതാണ് ഗംഗ. അവന്മാർ വേറെ പണിക്ക് രക്ഷയില്ല മോനെ. വേറൊരു ഫീൽ അവിടെ വന്നു കഴിഞ്ഞാൽ. ഞാൻ കണ്ടത്
It's your plan to do exercise. It's like this. You go up. Nice side. Holy man. ഇതുകൊണ്ടോ അതുകൊണ്ട് സ്നാനം ചെയ്യണത് ഇവിടെയാണ് സ്നാനം ചെയ്യുന്നത് ഇൻസ്റ്റാ 360. ആ എനിക്ക് രക്ഷയില്ലേ വേറൊരു ഫീലാണ് ഇതൊക്കെ എന്തിട്ടുണ്ടോ സ്മെല്ലടിക്കില്ല ആ ഇവിടെ കൂട്ടിയിട്ട് കത്തിയില്ല എനിക്ക് നീ എന്നെ കാണാണ്ടായതിനു ശേഷം എനിക്ക് പല സ്ഥലത്തു നിന്ന് സ്മെല്ല് കിട്ടിയിരുന്നു. ആ അപ്പം ശരി ഈ നേരത്തെ ഇവിടെ കച്ചവടക്കാരുണ്ടെന്നുള്ളത് आपको ज़्यादा बताना क्या है इसमें ब्लैक एंड वाइट कैसे होता है फोटो ബ്ലാക്ക് ആൻഡ് വൈറ്റ് हाँ अरे आतिशबाजी चल रही है लो ഈ സ്റ്റെപ്പ് നോക്കി 18ാം പടി വരെ എത്ര തന്നില്ലാന്ന് തോന്നുന്നുണ്ട് കണ്ട നമുക്കത് കരിങ്കല്ലോണ്ട് പണിത് വെച്ചിരിക്കുക എന്തൊക്കെ നോക്കിണ്ടേ ഗംഗാനദി കര കഴിഞ്ഞ സിനിമയില്ല മഴക്കാലത്ത് അപ്പം അതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു ഇതാക്കിയിട്ടില്ലാന്ന് തോന്നുന്നുണ്ട് കേട്ടോ അത്ര ഹൈറ്റിലല്ല വെള്ളം വരിക ഇവിടെ ബോട്ടിങ്ങിൻ്റെ കാര്യം ഞാൻ ചോദിച്ചു ബോട്ടിങ് നാളെ രാവിലെ 5 മണി തൊട്ട് വൈകിട്ട് 6 മണി വരെ ഉള്ളൂ നാളെ രാവിലെ ബോട്ടിങ് കഴിഞ്ഞിട്ട് പോവാം നമുക്ക് അത് നാളെ രാവിലെ ബോട്ടിങ് മറ്റോടത്ത് പറ്റില്ല പക്ഷെ മറ്റോടത്ത് എനിക്ക് ഭയങ്കര ഫീലായി ബോട്ടിങ് ചെയ്യാൻ പറ്റാതെ കാരണം അത് അവിടെ 2 നദികളും 3 നദി കൂടി ചേർന്നതാണ് അതാണ് അവിടെ പോകാൻ പറ്റുക അതാണ് ഭയങ്കര ഇതും പിന്നെ കുറേ സ്ഥലത്ത് വഴി തെറ്റിയും കാര്യങ്ങളൊക്കെ ആയിട്ട് തിരഞ്ഞ് വന്നു നോക്കിയാട്ടെ ഇവിടെ എവിടെയാണ് ശ്മശാനമുള്ളതെന്ന് തോന്നുന്നുണ്ട് വേറെ മൂട് രക്ഷയില്ലാടാ അവിടെ ഡ്രോയിങ് ഇറക്കുന്നുണ്ട് നമുക്ക് നോക്കി നോക്കാം വേറെ ചാട്ടന് ചിത്രം വരയ്ക്കുന്നു ആ ഇന്നെ വരയ്ക്കും ഇതായിരുന്നു കാര്യമായിട്ട് എന്നിട്ടിരുന്ന് വരയ്ക്കുന്നുണ്ടല്ലോ ഇതൊക്കെ ഒരു വരച്ചിട്ടുള്ളവരെ ഇതൊക്കെ ഈ ചേട്ടൻ വരെ വരച്ചിട്ടുണ്ടായിട്ടില്ലടാ പക്ക കുറച്ചുണ്ട് കേട്ടാ എൻ്റെ 25 minutes ada foto pakai കാക്കൂരി സാർ ഉണ്ടോ അതൊക്കെ കുറച്ച് റെസ്റ്റ് ചെയ്യണം കാര്യങ്ങൾ കുറവരിവിടെ കിടക്കുന്നു ഇതിനകത്ത് ഇറങ്ങുന്നു അവർക്കൊന്നുണ്ടൊരു സ്ഥലം റഷ്യയിൽ ശരിക്കും നമ്മൾ ലൈഫിൽ ജീവിതത്തിൽ ഒരു വട്ടെങ്കിലും നമ്മൾ വരേണ്ട ഒരു സ്ഥലമാണ് വാരണാസി നമ്മൾ അന്നില്ല അതിൻ്റെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യും അത് ഒരു വട്ടെങ്കിലും വരണം എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് കാരണം ഒരു മനുഷ്യൻ എന്താണെന്നുള്ളത് ശരിക്കും ഇവിടെ വന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റും എന്താണ് ഒരു മനുഷ്യൻ്റെ എത്ര വലിയ കാശുള്ളവനും കാശില്ലാത്തവനും ഇവിടെ ആകെ ഒരു ഇതുള്ളതെന്നുള്ളത് കറക്റ്റ് നമ്മൾ കാശിലേക്ക് വരണം എന്ന് പറയാം രക്ഷയില്ലേ അവിടെ ഇരിക്കുന്നതൊക്കെ വരും കേട്ടോ അതിൻ്റെ ഉള്ളിലോട്ട് എനിക്ക് അവിടെ ആൾക്കാർ വേണ്ട ഇതൊക്കെ വരും കേട്ടോ വിശ്വാസമാണ് എല്ലാവരും ഓട്ടം കൂടി ഇരുന്നിട്ട്
പെണ്ണാണെങ്കിലും ആണാണെങ്കിലും എല്ലാവരും ഉണ്ട് നോക്കി. കൃഷിയില് ഓരോരുത്തരും ഒരു കാര്യം കൂടാ ഉണ്ട്. ഇതിലെന്തൊരു പ്രത്യേകിച്ച് ഈ ആ ഗുരുമാർ ഓരോരുത്തരും ഓരോ ദൈവങ്ങളുടെ ഇതിലുള്ളതാണ്. അതായത് പലരും ശിവനും പാർവതിനെ ആരാധിക്കുന്നവരുണ്ട്, കാളീനെ ആരാധിക്കുന്നവരുണ്ട്, പലരും പല ദൈവങ്ങളെ ആരാധിക്കുന്നവരുണ്ട്. വേണ്ട നമ്മള് ചിന്തിക്കാൻ പുറം മലയാളികൾ വന്നിട്ടുണ്ട് ഇവിടെ. അത് വേറൊരു കാര്യം. മലയാളികൾ കുറേ ഉണ്ട്. കുറേ ഇപ്പോൾ ഒരു 2 പയ്യന്മാരെ ഞാൻ മീറ്റ് ചെയ്തു, കാസർഗോഡുള്ളതാണ്. അവരിതുപോലെ വാരണാസി പ്രയാഗരാജ് കാണാൻ വന്നത്. അപ്പോൾ അവരിന്ന് വാരണാസിയിൽ സ്റ്റേ ചെയ്തിട്ട് നാളെ രാവിലെ പ്രയാഗരാജ് പോകുമെന്ന് പറയണത്. എന്താ രക്ഷയില്ലേ നോക്കി. ഇതൊരു ഇവിടെ മൊത്തം ഗുരുമാരാട്ടോ, എണ്ണിയാ തീരില്ല, അത്രയും ഗുരുമാരുണ്ട്. ഇതുണ്ട് ശിവന്റെ പ്രസാദം എന്ന് പറയില്ലേ. ശരി അല്ലാതെ ഇവിടെ ഉണ്ട് ഒരു പലരും ഡ്രസ്സ് പോലും ഇടാണ്ടിരിക്കുന്നവരുണ്ട് കേട്ടോ. നേക്കഡായിട്ട്, അതായത് ഒരു വസ്ത്രം പോലും ഇല്ലാണ്ട് ഇരിക്കുന്ന ഒരുപാട് പേരുണ്ട്. നമ്മൾ ശരിക്കും ദൂരെ നേരം കാണരുത്. അതുപോലെ ശിവന്റെ പ്രസാദം എന്ന് പറയുന്നത് നല്ല രീതിയിൽ ഇവർ ഉപയോഗിക്കുന്നതിൻ്റെ സ്മെല്ല് വരുന്നുണ്ട്. ഒരു ലേഡി, ഒരു സ്ത്രീയാണ്. എല്ലായിടത്തും ഉണ്ട്. അവിടെ നിന്ന് കുറച്ച് മകോരികളുടെ ഒരു ഏരിയ തന്നെയാണ്. അവിടെ മൊത്തം ടെൻ്റ് അടിച്ച് ക്യാമ്പ് ചെയ്യുക. ഇവർക്കറിയാം ഇവര് എന്താണ് ഇവർ ഇതെന്നൊക്കെ. അവിടെയുള്ളവർക്ക് ഉറങ്ങി.